ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം യഥാർത്ഥ അടയാളം എന്നാണ്. ഇവിടെ ആപ്തവാക്യമായി കൊടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിലൊക്കെയും ചിത്രകഥകളും മറ്റു പല കുഞ്ഞുങ്ങൾക്കുള്ള കഥകളൊക്കെ വായിക്കുമ്പോൾ അവിടെ കോട്ടകളും മഹാരാജാക്കന്മാരെയും ഒക്കെയും പറ്റി നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് വായിക്കാറുണ്ട്. അതിനകത്തൊക്കെ കാണുവാനായിട്ട് സാധിക്കും, ശത്രു രാജ്യത്തിൽ നിന്നുള്ള ആളാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ചില കോഡ് വാക്കുകൾ സ്വന്തം ആളുകളോട് ചോദിക്കുന്ന അനുഭവം. ഉദാഹരണം ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് എന്തെങ്കിലും കോഡ് വാക്ക് അവർക്ക് കൊടുക്കുന്നതായ സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം ലോകമഹായുദ്ധത്ത് സഖ്യസേനകൾ ഉപയോഗിച്ചിരുന്നതായ ഒരു കോഡ് വാക്കായിരുന്നു മിന്നൽ എന്ന് ഉള്ളത്. അങ്ങനെ മിന്നൽ എന്ന് ചോദിക്കുമ്പോൾ ആ സഖ്യസേനയിൽപ്പെട്ട പട്ടാളക്കാരനാണ് എങ്കിൽ അതിൻ്റെ മറുപടിയായിട്ട് പറയേണ്ടത് ഇടിമുഴക്കമെന്നാണ്. നമുക്ക് പല കഥകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതുപോലുള്ള കോഡ് വാക്കുകൾ. എന്നാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവകാശപ്പെട്ടതായ ആ സ്ഥലത്ത് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ അവകാശപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാണോ അവർ കയറി വരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു ശരിയായ അടയാള വാക്ക് പറയുന്നതിലും കൂടുതൽ നമുക്ക് ആവശ്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന്. ചിലർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളതായ മെഡിക്കൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ പലവിധമായ സഹായങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് പ്രാപ്തമാകുകയില്ല. ഒരു പക്ഷേ കർത്താവ് നമ്മൾ ഇപ്രകാരമെല്ലാം ചെയ്താലും കർത്താവ് നമ്മളോട് പറയും, എന്താണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പരീശന്മാരാൽ പലവിധമായ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഇതൊന്നും പോരാ എന്നുള്ളതായ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവർ ചോദിച്ചേക്കാം, കർത്താവ് പലപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ ലംഘിച്ചിട്ടില്ല എന്ന്. എന്നാൽ തിരുവചനം ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം നമുക്ക് വ്യക്തമാക്കി തരുന്നു: ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിയമത്തെ സാധൂകരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എപ്രകാരമായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളതായ ഒരു മാതൃകയാണ് നമുക്ക് സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ നിയമങ്ങളൊക്കെയും പാലിക്കണമെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടുന്നതായ നിയമങ്ങൾ നമുക്കൊറ്റയ്ക്ക് പാലിക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു മനുഷ്യനും അത് സാധ്യമല്ല. കാരണം ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്: ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. അവിടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും നമ്മളോട് പറയുന്ന ഇപ്രകാരമാണ്: അദ്ദേഹത്തിന് പോലും എന്തേ സാധിച്ചില്ല. ഒറ്റയ്ക്ക് ദൈവം ഇല്ലാതെ അല്ലെങ്കിൽ കർത്താവില്ലാതെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമായിരിക്കണം. നമുക്കും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ജീവിതയാത്ര. ആ ജീവിതയാത്ര സഫലീകരിക്കുവാനായിട്ട് കേവലം ഒരു അടയാള വാക്കോ അല്ലെങ്കിൽ സൽപ്രവർത്തികളോ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയാൽ പരിവർത്തനം പ്രാപിച്ചതും ദൈവത്തോടുള്ള അനുസരണം കാണിക്കുന്നതുമായ ഒരു ജീവിതമാണ്.
ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതെന്ന്, നമ്മൾ എപ്രകാരമാണ് കൽപ്പനകളെ കാത്ത് പരിപാലിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ പ്രഭാതത്തിലുള്ളതായ ഈ ജാഗരണത്തിൽ കൂടെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുസരണയുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരിക. എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗരാജ്യം പ്രാപ്യമാകുവാനായിട്ട് സാധിക്കും. അതിനായി ഈ ദൃശ്യപരിധിയിലുള്ള എല്ലാ മക്കളെയും ദൈവം കാത്തു പരിപാലിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത ജാഗരണത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾ അല്പസമയം ദൈവത്തോട് തായിരിപ്പാനായിട്ട് നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അടിയങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ അനുസരണമുള്ള മക്കളായി ജീവിപ്പാനും ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും അടിയങ്ങളെ ഓരോരുത്തരെ അവിടെ ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും തങ്ങൾക്കും ആ അനുസരണയുള്ള ജീവിതം നയിപ്പാനായിട്ടുള്ളതായി പ്രേരണ അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി ആ സന്തോഷം പങ്കുവെക്കുവാനായിട്ട് ഇടയാക്കുമാറാകണമെന്ന് അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ ബലിയർപ്പിച്ച് പൊന്നേശു തമ്പുരാൻ്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ.